കേരളത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഒന്ന് രണ്ട് സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കുട്ടിയെ ചാക്കിൽ കയറ്റി തോളത്തിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായി. അത് കോഴിക്കോട്ടാണ്. കോഴിക്കോട് ബീച്ചിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, അതിലൊരു 6-7 വയസ്സുകാരൻ കൊച്ചുകുട്ടി, അതിലെ ആ വഴി വന്ന ഒരു സ്ത്രീയും പുരുഷനും പെട്ടെന്ന് ഇയാളെ ഒരു ചാക്കിനകത്താക്കി തോളത്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് കണ്ട് കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഓടി ഇയാളുടെ പിന്നിലെത്തി. അവർ ബഹളം വെച്ചു. നാട്ടുകാർ ഓടിക്കൂടി. ചാക്കിനകത്ത് കുട്ടിയെ കയറ്റാൻ ശ്രമിച്ചു. ഇവര് അതിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. ഒരു സ്ത്രീയും പുരുഷനുമാണ്, കർണാടകക്കാര്. മംഗലാപുരംകാരനാണ് പുരുഷൻ, ശ്രീനിവാസൻ അവിടുത്തുകാരനും. ഭാര്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും കൂടെയുണ്ട്, ലക്ഷ്മി. രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. പോലീസ് വന്നു, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. 7 വയസ്സുകാരനെ ആ കുട്ടിക്ക് കളിച്ചോണ്ടിരിക്കുന്നെങ്കിലും ആരോഗ്യക്കുറവുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചാക്കിനകത്ത് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു. സമയോചിതമായി മറ്റു കുട്ടികളെ കൂടെ കളിക്കുന്നവർ ഇത് കണ്ടു. അവര് ഇവനേലും പ്രായമുള്ള കുട്ടികളാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികൾ ഇയാളുടെ പിന്നാലെ ഓടിയവര്, ആ സ്ത്രീ ഓടുന്നത് നമുക്ക് കാണാം CCTV ദൃശ്യത്തില്. ബുദ്ധിയുള്ള ആ കുട്ടികളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഒരു കുട്ടിയുടെ മിസ്സിങ് ഒഴിവായി. ചിലപ്പോൾ ആ കുട്ടി മരിച്ചു പോയേക്കാം. ചാക്കിനകത്തിട്ട് തോളത്തിട്ട് കൊണ്ടുപോയി കുട്ടി നിലവിളിച്ച കഴുത്തിന് പിടിച്ച് ഞെക്കും. കുട്ടി മരിക്കാനിടയുണ്ടാവും, എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും. ഇത് വളരെ അധികം ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘം തന്നെയാണ്. കാരണം നമുക്കാർക്കും ആ ചിന്ത വന്നിട്ടില്ല. വലിയൊരു ചാക്കിനകത്ത് 5-6 വയസ്സുള്ള കുട്ടി സുഖമായിട്ട് ആക്കി പെട്ടെന്ന് തോളയിട്ട് കൊണ്ടുപോകാൻ കഴിയും. വലിയ ബഹളം പ്രശ്നമൊന്നുമില്ല. ഏത് സിറ്റിയിലെ നടുക്കുന്ന് വേണേലും കൊണ്ടുപോകാം. ആ പയ്യന്റെ കൊച്ചുകുട്ടിയുടെ കൂട്ടുകാർക്ക്, അവർക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലുണ്ട്. അവർക്ക് അതിന്റെ റിസ്ക് മനസ്സിലായി. അവര് ഉടൻ തന്നെ പ്രതികരിച്ചു. അവനെ രക്ഷപ്പെടുത്താൻ പുറകോട്ട് ഓടുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് വേണ്ട കുട്ടികൾ തന്നെയാണ്. അവർക്ക് നല്ല മാനസിക വളർച്ചയുള്ള കുട്ടികളാണ്. അവരുടെ ശ്രമഫലമായിട്ടാണ് ഒരു ജീവൻ നമുക്കിപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഏതായാലും പോലീസ് ലക്ഷ്മിയെയും ശ്രീനിവാസനെയും അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ആ CCTV ദൃശ്യം വളരെ വൈറലായി. അതായത് ചാക്ക് ആയിട്ട് ഒരുത്തിന് ഓടുന്ന കാണാം. അതിൻ്റെ അത് കുട്ടിയുണ്ടോന്ന് അറിയില്ല. ആ സ്ത്രീയും റോഡിന്റെ സൈഡിൽ കൂടെ അവരും ഓടുന്ന കാണാം. ആ കൂട്ടുകാരായി കളിച്ചുകൊണ്ടിരുന്ന, ബീച്ചിൽ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പിന്നാലെ ഓടുന്നൊക്കെ നമ്മൾ കണ്ടു. വളരെ ഉത്തരവാദിത്വ ബോധമുള്ള തൻ്റെ സുഹൃത്തിന് ഒരു അപകടം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി. അവരെല്ലാവരും ജാതി മത ചിന്തയൊന്നുമില്ല, കൊച്ചുകുട്ടികളാണ്. ഉടൻ പ്രതികരിച്ചു. ഒരു മനുഷ്യജീവൻ അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലാകാനുള്ള കപ്പാസിറ്റി ആ കൊച്ചുങ്ങൾക്കുണ്ട്. ആ അറിവ് ആ കുട്ടികൾക്കുണ്ട്. നല്ല അറിവുള്ള കുട്ടികൾ. അവരെ അഭിനന്ദിക്കുന്ന ഈ സന്ദർഭത്തിൽ. കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടു, അവരുടെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇതുപോലെയാണ് കുട്ടികൾ പ്രതികരിക്കേണ്ടത് എല്ലാ കാര്യത്തിലും. ഇതുപോലുള്ള അപകടം വരുന്ന സന്ദർഭത്തിൽ അത് മറ്റുള്ളവരെ അറിയിക്കുക. ഇതിനകത്ത് വേറൊരു പ്രത്യേകത, അതിൽ ഒരു പയ്യൻ അവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോ അവർ പോലീസുകാരെ പോയി വിവരം അറിയിച്ചിരിക്കുന്നു. ഉത്തരവാദിത്വ ബോധം എത്ര കൂടുതലാണ് ആ കുട്ടികൾക്ക്. അവിടെയാണ് അതിന്റെ പ്രസക്തി. തൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, ആ വിവരം അധികാര സ്ഥലത്ത് അറിയിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജനത വരുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ എറണാകുളത്ത് ഒരു സംഭവം ഉണ്ടായി. അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നു. എറണാകുളത്തെ നെട്ടൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവം. അത് ഇന്നലെ വൈകിട്ട് 6:45 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ 2 കൊച്ചുങ്ങള്, പെൺകുട്ടികള്, 10 വയസ്സ് വീതം, അവർ നടന്നു വരുമായിരുന്നു. ഒരാള് അവർക്കൊരു മുട്ടായി ഓഫർ ചെയ്തു. എന്തോ ചതിയുള്ള പോലെ തോന്നി. അയാളുടെ നഗ്നത ഇവരെ കാണിച്ചു. കുട്ടികൾ ഭയപ്പെട്ടു. ഒരു മുട്ടായി ചോദിച്ചപ്പം 2 പേരുണ്ട്, ഒന്നുകൂടെ തരാൻ പറയാൻ അയാൾ ഒരു മുട്ടായി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അറ്റൻഷൻ മാറി. 2 കുട്ടികൾ ഓടി വീട്ടിൽ കയറി പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. ഇയാള് കുട്ടിയെ കൊന്നുകളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി പിതാവിൻ്റെ അടുത്ത്. ഇയാൾ നഗ്നത കാണിച്ചു. CCTV ദൃശ്യത്തിൽ
ഒക്കെ നിന്ന് മനസ്സിലാക്കുന്നത് ആ വീടിനടുത്ത് ഇയാൾ ഒരു 2 വീലറിൽ ആണ് ഇയാൾ വന്നത്. ആ 2 വീലർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിപ്പുറത്തൊരു വാൻ ഉണ്ടായിരുന്നു. ആ വാനിന്റെ മറവിലാണ് ഇയാൾ നിന്നത്. കുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ തട്ടി വാനിനകത്തിട്ട് കൊണ്ടുപോകാനാണോ അതും ആ വീട്ടുകാർ സംശയിക്കുന്നുണ്ട്. പോലീസിനെ വിളിച്ചറിയിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഉടനെ പ്രതികരിച്ചില്ല, നടപടിയെടുത്തില്ല. നോക്കാം എന്നൊക്കെ പറഞ്ഞു ഉഴപ്പി എന്നാണ് മനസ്സിലാകുന്നത്. നെട്ടൂർ പോലീസ് ആ രീതിയിൽ പ്രതികരിക്കരുതായിരുന്നു. അവിടെ പിന്നീട് CCTV ദൃശ്യത്തിലാണ് ഇത്രയും വ്യക്തത മനസ്സിലായത്. ഈ ആള് ഒരു സ്കൂട്ടറിലാണ് വന്നത്. നഗ്നത കുട്ടികളെ പല പ്രാവശ്യം കാണിച്ചു. അതിനുശേഷം കുട്ടികൾക്ക് മിഠായി ഓഫർ ചെയ്തു. മിഠായി ഏതെങ്കിലും സ്ലീപ്പിംഗ് അല്ലെങ്കിൽ കുട്ടികളെ ബോധക്കെടുന്ന സാധനമായിരുന്നോ നമുക്കറിയില്ല. അതിലെ കുട്ടികൾ തന്മയത്തമായി ഒരു ബുദ്ധിപരമായ ഒരു പഠനമാണ് പിന്നെ കാണിച്ചത്. ഒരു മിഠായിയുടെ വേണമെന്ന് 2 പേരുണ്ടല്ലോ. അതെടുക്കാൻ അയാൾ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിനകത്ത് കയറി ഗേറ്റ് തുറന്നാക്കട്ടെ. അയാൾ ആ ഗേറ്റ് വരെ വന്നു, കുട്ടികളെ ഭീഷണിപ്പെടുത്തി, തെറി വിളിച്ചു. ഇതൊക്കെ CCTV ദൃശ്യത്തിനകത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വാൻ ഇപ്പൊ അവിടെ ഇല്ല. വാനിന്റെ നമ്പർ ലഭിച്ചിട്ടുണ്ടാവും. വാനുമായിട്ട് ഈ സ്കൂട്ടറുകാരന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നെട്ടൂർ പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തണം. സ്കൂട്ടറുകാരനെ പറ്റി അയാളെ എത്രയും പെട്ടെന്ന് അയാളെ തപ്പിയെടുക്കണമെന്നുള്ളതാണ്. അയാളുടെ സ്കൂട്ടറിന്റെ നമ്പർ ലഭ്യമാണോ എന്ന് അറിയില്ല. പക്ഷെ വാനും സ്കൂട്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അയാളെ ട്രേസ് ചെയ്യാൻ കഴിയുള്ളൂ. പോലീസ് ആ വഴി നീങ്ങുന്നുണ്ട്. കുട്ടിയുടെ പിതാവ് ഈ കുട്ടികളെ വാനി തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ശ്രമമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ആളെ കുട്ടിയുടെ പിതാവ് കണ്ടിരിക്കാം. അതുകൊണ്ട് സ്കൂട്ടറിൽ വന്ന ആളെ ട്രേസ് ചെയ്യാനൊരു എളുപ്പമായിരിക്കും, കണ്ടെത്താൻ സാധിക്കും. കാരണം CCTV ദൃശ്യം തുടർച്ചയായി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ എങ്ങോട്ട് പോയി, എവിടേക്ക് പോയി എന്നൊക്കെ നമുക്ക് വ്യക്തമാകും. ആ 2 വീലറിന്റെ നമ്പർ കണ്ടെത്താം. ചിലപ്പോൾ അത് ഫോൾസ് നമ്പർ ആകാം. ആളെ വ്യക്തമായിട്ടുണ്ട്. അയാളുടെ ഫിഗർ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇയാളെ ട്രേസ് ചെയ്യണം. ഇയാള് നഗ്നത കാണിക്കുന്ന മാത്രമാണോ ഉദ്ദേശം? അത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കുട്ടികളെ പീഡിപ്പിച്ച് കുട്ടികളെ കൊല്ലുന്ന ആളാണോ? ഇയാളുടെ പൂർവ്വചരിത്രമൊക്കെ നോക്കണം. ധാരാളം ജോലികൾ അതിൻ്റെ അകത്ത് പോലീസിന് ചെയ്യാനുണ്ട്. കാരണം 2-3 കേസുകളായി ഇപ്പം കേരളത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ശ്രമം. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഇത്തരം തിക്കിലി പോപ്പുലറായിട്ട് സ്ഥലത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. എന്നാലും നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഒരു കുട്ടിയെ 10-20 വർഷമായി ആ പയ്യനെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നമുക്ക് മിസ്സായി. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരാളെ ചാക്കി കൊണ്ടുപോകാൻ ഒരു ശ്രമം വന്നു. ആലപ്പുഴയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിക്കൂടുന്നില്ല. കാര്യം 10-21 വർഷം മുമ്പാണ് ആലപ്പുഴയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഇതുപോലെ 6-7 വയസ്സുള്ള ഒരു കൊച്ചിനെ മിസ്സാകുന്നത്. ആ ഗ്രൗണ്ടിലെ വെള്ളം കുടിക്കുന്ന ടാപ്പിന്റെ അവിടെ വരെ വന്നതായിട്ട് കാണുന്നുണ്ട് പലരും. ഇന്നും അത് CBI അന്വേഷിക്കുകയാണ്. എങ്ങും ഒരു എവിഡൻസിൽ എത്തിയിട്ടില്ല. ഇതുപോലെയുള്ള ചാക്കി കയറ്റിക്കൊണ്ട് അവിടെ കൊണ്ടുപോയില്ലോ നമുക്കറിയത്തില്ല. ഇപ്പോഴാണ് നമുക്കിങ്ങനെ ചാക്കി കയറ്റി കൊണ്ടുപോകുന്നതിനെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നത്. ഏതായാലും പൊതുവെ കേരളത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പല ഏരിയയിലും നടക്കുന്നു എന്നാണ് ഇത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളും പൊതുജനങ്ങളും എപ്പോഴും കുട്ടികൾ ആരുടെ കുട്ടികളായിക്കോട്ടെ, കുട്ടികളെ പോകുമ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴൊക്കെ അവിടെയുള്ള വീട്ടുകാർക്കും ആ വഴി നടക്കുന്നവർക്കൊക്കെ ഒരു കണ്ണു വേണം. നമ്മുടെ കുട്ടികളെ സംരക്ഷണ ഉത്തരവാദിത്വം നമ്മുടെ പൊതു സമൂഹത്തിന് മൊത്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്.